അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ഇസ്മിനെ കുറിച്ചാണ്. ഈ ഒരു ഇസ്മ വിവാഹം ശരിയാകുവാൻ വേണ്ടിയിട്ട് ചൊല്ലേണ്ട ഒരു ഇസ്മാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പലരും ചോദിക്കുന്നതും കമൻറ്റിലും മറ്റും നേരിട്ടും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, കല്യാണം നോക്കുന്നുണ്ട്, ഒന്നും ശരിയാകുന്നില്ല, എത്രയും പെട്ടെന്ന് വിവാഹം ശരിയാകുവാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊക്കെ. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇന്നത്തെ കാലത്ത് വിവാഹം ശരിയാകുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. ചെക്കന്മാർക്ക് പെൺകുട്ടികളെ കിട്ടാനില്ല. കാരണം പെൺകുട്ടികളൊക്കെ ഇപ്പോൾ പഠിക്കണം എന്നുള്ള ഒരു ചിന്തയിൽ, അതല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വിവാഹം വേണ്ട, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതി എന്നുള്ളൊരു ചിന്തയിലൂടെ പോകുന്നവരാണ്. അങ്ങനെ ആവുമ്പോൾ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാൻ പ്രയാസത്തിലാണ്. ഇത്തരക്കാരുടെ ഉമ്മമാരോ അല്ലെങ്കിൽ വിവാഹം നോക്കുന്നവരോ ശരിയാകുന്നില്ലെങ്കിൽ ശരിയാകുവാൻ വേണ്ടിയിട്ട് ആൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്കോ ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വിവാഹം പെട്ടെന്ന് ശരിയാകണം എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് എന്ന നീയത്തിൽ 90 ദിവസം കൊണ്ട് 1 ലക്ഷം യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ഇസ്മ ചൊല്ലുവാൻ നേർച്ചയാക്കുക. എന്നിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് കഴിയുന്നത്ര ഒഴിഞ്ഞിരുന്ന് വൃത്തിയോടെയും ശുദ്ധിയോടെയും ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് മെൻസസിൻ്റെ സമയത്തൊക്കെ ചെല്ലാൻ പറ്റുന്ന ഒരു ദിക്റും കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ ശുദ്ധിയോടെയും വൃത്തിയോടെയും തുടങ്ങാൻ ശ്രദ്ധിക്കുക. അതായത് മെൻസസിൻ്റെ ടൈമിൽ ഇത് സ്റ്റാർട്ട് ചെയ്യരുത്. അതുപോലെ തന്നെ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ വിചാരിച്ചതിലും ഉഷാറായിട്ട് നിങ്ങൾക്ക് വിവാഹം ശരിയായാൽ പെട്ടെന്ന് നിർത്താതെ അത് പൂർത്തിയാക്കുക. 1 ലക്ഷം നിങ്ങൾ നിയ്യത്താക്കിയത് പൂർത്തിയാക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഓരോ ദിവസവും നിങ്ങൾ ഒരു നിശ്ചിത കണക്ക്, 1000 ആണെങ്കിൽ 1000 ഒഴിഞ്ഞിരുന്ന് ശുദ്ധിയോടെയും വൃത്തിയോടെയും നല്ല നിയ്യത്തോടു കൂടിയും ചൊല്ലിയതിന് ശേഷം അള്ളാഹുവിനോട് നല്ല സ്വാലിഹായ ഇണയെ നൽകുവാൻ, മക്കൾക്കാണെങ്കിൽ മക്കൾക്ക് ഇണയെ നൽകുവാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. സ്വാലിഹായ ഹലാലായ നല്ല പെൺകുട്ടികളെ അല്ലെങ്കിൽ നല്ല ആൺമക്കളെ ഇണയായിട്ട് ലഭിക്കുവാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുക. ഇതുപോലെ തന്നെ 90 ദിവസം പൂർത്തിയാകുന്ന അന്നും അവരുടെ വിവാഹം ശരിയായിട്ടുണ്ടെങ്കിൽ ആ ഒരു വിവാഹ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാകുവാൻ വേണ്ടിയിട്ടും, വിവാഹം ശരിയായിട്ടില്ലെങ്കിൽ വീണ്ടും നിയ്യത്താക്കി ഇത് ചൊല്ലാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല സ്വാലിഹത്തായ ഇണകളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും കുടുംബ ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു തആല ഈ ഒരു ഇസ്മിൻ്റെ ബർക്കത്ത് കൊണ്ട് റഹ്മത്തും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.